1 മണിക്കൂർ ഇനി കാത്തു നിൽക്കണം. സരസ്വതിയെ, നിനക്ക് ഓർമ്മയുണ്ടോടി ഈ സ്ഥലം? ശശിയേട്ടാ, ഈ സ്ഥലം നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ വീണ്ടും ജനിച്ച സ്ഥലം, ഇന്നത്തെ സ്വർഗീയ അനുഭവം നമുക്ക് ദാനം നൽകിയ സ്ഥലം. അതെ അതെ, ജോസഫ് ഉപദേശി അന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അന്നേ അവസാനിച്ചേനുമായിരുന്നു. അല്പം മുമ്പ് പോയ വേണാട് എക്സ്പ്രസ്സിന് നമ്മൾ കാത്തു നിന്ന ആ നിമിഷം ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയുണ്ട് ഏട്ടാ, ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ആ തിരുവോണനാൾ സഹോദരിമാരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ മഹിമ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹവാനായ കർത്താവ്. ആദമിൻ്റെ പാപം നിമിത്തം ദൈവത്തിൽ നകന്നുപോയ സമസ്ത മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വയം ബലിയായി മാറുവാൻ തന്നെത്താൻ സന്നദ്ധനായി തീർന്ന ആ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയണ്ടേ? പാപം നിമിത്തം ദൈവത്തോട് അകന്നുപോയ സമസ്ത മനുഷ്യവർഗത്തെയും വീണ്ടും ദൈവത്തോട് നിരപ്പിച്ചു. ആ നിരപ്പിനു വേണ്ടി അവിടെ ചൊരിയപ്പെട്ടത് അവൻ്റെ പുണ്യാഹ രക്തമാണ്. ആ പുണ്യാഹ രക്തം നിമിത്തം, ആ പരമബലി നിമിത്തം സമസ്ത മനുഷ്യവർഗത്തെയും അവൻ വീണ്ടും ദൈവത്തോട് നിരപ്പിച്ചു. നിരപ്പിക്കുക മാത്രമല്ല, ആ നിരപ്പിൻ്റെ പദ്ധതിയിലൂടെ അവൻ അവതരിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ദൈവം നകന്നുപോയ സകല മനുഷ്യരെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കായി തിരുവെഴുത്ത് വീണ്ടും പറയുന്നു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി കാൽവറി ക്രൂശിൽ പരമബലിയായി തീർന്നവൻ മരണപാശങ്ങളെ അതിജീവിച്ച് 3-ാം നാൾ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു. സകല മനുഷ്യരോടും ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതി, മരിച്ചവരുടെ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ലോകത്തോടായി ദൈവം പറയുകയാണ്, സകല മനുഷ്യരെയും നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദിവസവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവനെ മരിച്ചവരുടെ ഉയർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉറപ്പ് മനുഷ്യവർഗത്തിൻ്റെ മുമ്പിൽ നൽകിയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ തന്നെ വഞ്ചിക്കരുതേ. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി അവൻ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും ആ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും നിങ്ങൾ തയ്യാറായാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾ ഏത് ജാതിയുമായിക്കോട്ടെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, സുവിശേഷത്താൽ സകല ജാതികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാകും, ഏക ശരീരസ്ഥരാകും, വാഗ്ദത്തത്തിൽ പങ്കാളികളായിത്തീരും. അതേ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ജാതികളായ നിങ്ങളെയും അവൻ തൻ്റെ മരണത്താൽ നിരപ്പിച്ച്
തന്നോട് ചേർത്ത് വെച്ചിട്ട് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർന്നു. കാട്ടൊലിവായ നിങ്ങളെ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിക്കുന്നു. ആ പരമവിളിയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. മറ്റൊരു വലിയ സന്തോഷ വാർത്ത കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് മാത്രമല്ല, നിങ്ങളെ യേശുക്രിസ്തുവിനോട് ചേർത്ത് പിതാവായ ദൈവത്തോട് നിരപ്പിച്ചുവെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുവാൻ അവന് മനസ്സുണ്ട്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളെ ദൈവം തൻ്റെ മക്കളായി സ്വീകരിക്കുന്നു. അതേ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് നോക്കിക്കൊണ്ട് ദൈവത്തെ വിളിപ്പാൻ തക്കവണ്ണമുള്ള പരമാധികാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളിനി ദാസന്മാരല്ല, ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിൻ്റെ അവകാശത്തോടു കൂടി നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് പിതാവായി മാറുകയാണ്. നിങ്ങളുടെ ഏതാവശ്യങ്ങളും പിതാവ് മുന്നമേ അറിയുന്നു. അതുകൊണ്ട് നാളെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ആ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. തക്ക സമയത്ത് അവൻ സകലതും നിവർത്തിച്ചു തരുമെന്ന് ഉറപ്പ് പറയുന്നു. അതുമാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയ സന്തോഷ വാർത്ത കൂടി അതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം, പ്രപഞ്ചമഹിമ മുഴുവൻ നിർമ്മിച്ചവനായ ദൈവം സ്വർഗീയ മഹത്വം വിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന് വസിപ്പാൻ തക്കവണ്ണം ഒരു ആലയം പണിയുവാൻ ഭൂലോകത്താർക്കും കഴിയില്ല. അവൻ തന്നെ ചോദിക്കുന്നു, എൻ്റെ വലിപ്പത്തിന് തക്കവണ്ണം ആലയം പണിയുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവം തൻ്റെ ആലയമായി തിരഞ്ഞെടുക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവൻ്റെ മക്കളായി തീർന്ന ദൈവമക്കളെയാണ് അവൻ തൻ്റെ ആലയമാക്കി തിരഞ്ഞെടുക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകും. ദൈവം നിങ്ങളിൽ വസിക്കും. തിരുവെഴുത്ത് പറഞ്ഞു, ഞാൻ അവരോടും അവരെന്നോടും ഒപ്പം ഇരിക്കും. അങ്ങനെ ദൈവം നിങ്ങളോടൊപ്പം വസിക്കുന്ന, നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളായി മാറുന്ന ഒരു മഹാനുഭവമാണ് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് വസിക്കേണ്ട മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. മറന്നുപോകരുത്. ഈ ശരീരത്തെ നശിപ്പിക്കരുത്. ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഞാൻ ഒരൊറ്റ വാക്കുകൾ പറഞ്ഞു നിർത്തരുതേ. പൊന്നു സഹോദര, നിങ്ങൾ ആരുമായിക്കോട്ടെ, ലോകം നിങ്ങളെ വിടക്കെന്നെണ്ണിയോ, ഈ ലോകത്തിന് എങ്ങനെ ജീവിക്കുമെന്നുള്ള ടെൻഷനാണോ, മരണഭീതിയാണോ നിങ്ങളുടെ ഉള്ളത്തിലുള്ളത്, സകലതും നഷ്ടപ്പെട്ട് തകർന്നു പോയ ഭാവമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ജീവൻ്റെ അവകാശിയായി മാറും. സ്വർഗീയ മഹത്വത്തിന് കൂട്ടവകാശിയായി മാറും. ദൈവം നിങ്ങളിൽ വസിക്കും. നിങ്ങളുടെ ശരീരം ദൈവത്തിന് വസിക്കേണ്ട മന്ദിരമായി തീരും. ഈ ശരീരത്തെ നശിപ്പിക്കരുതേ. ഇതിനെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, ആ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. ഇന്നു മുതൽ നിങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തും. അതേ ബൈബിൾ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ യേശുക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നിങ്ങളെ സ്വർഗത്തിലിരുത്തുന്നു. ഈ സ്വർഗീയ അനുഭവം ആസ്വദിക്കേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യോ, ഇത് നല്ല പരിചയമുണ്ടല്ലോ. ചേട്ടാ, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പാത്തു നിന്ന് കേൾക്കുക.